ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്, പിന്നെ വീഡിയോ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചില സാങ്കേതിക കാരണങ്ങളും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ, ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ വീഡിയോ ഇടാറുമില്ല, വല്ലപ്പോഴും ഒക്കെയാണ് ഓരോ വീഡിയോ ഇടുന്നത്. അപ്പം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ആദ്യമേ തന്നെ പറയാം, ചിലപ്പോൾ ഈ വീഡിയോ ഒരു അല്പം ലെന്ത് കൂടും. കാരണം അങ്ങനെയാണ്. പിന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു. തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, സിനിമയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞ് ഫേമസ് ആവുന്ന ആറാട്ടണ്ണൻ. അപ്പൊ ആറാട്ടണ്ണനാവാൻ ഞാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ ആറാട്ടണ്ണൻ ഒരു സ്വഭാവമുണ്ട്. കാരണം സിനിമാ താരങ്ങളെ കാണാൻ കൊള്ളാന്നുള്ള സ്ത്രീ ആണല്ലോ സിനിമാ താരങ്ങൾ. അപ്പൊ സിനിമാ താരങ്ങളെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഇളക്കമുണ്ട്. ഈ കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം കാണുന്ന സിനിമാ താരങ്ങളെല്ലാം അങ്ങോട്ട് കല്യാണം ആലോചിക്കുക, ലൈവിലും ഒക്കെ വന്നങ്ങ് പറയുക. അതാണ് അദ്ദേഹത്തിന്റെ ഹോബി. അപ്പൊ ഞാൻ അങ്ങനെയല്ല. എനിക്ക് നമ്മുടെ യൂട്യൂബിനകത്ത് ശരിക്ക് താരങ്ങളുണ്ട്. അപ്പൊ അവര് ആരെങ്കിലും ഒരാളെ കെട്ടിയാൽ കൊള്ളാന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറയുന്നു. താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കളയാം. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ റാണി പരമശിവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളെ കുറിച്ച് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ നടന്നില്ല, വലിയ താല്പര്യമില്ല. അതോടുകൂടി അദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി. ഇപ്പൊ വലുതായിട്ടുള്ള ബാഡ് കമന്റ് അങ്ങനെ ഇടുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതോടുകൂടി ആ അസുഖം കുറച്ച് മാറി. ഇപ്പൊ എനിക്ക് യൂട്യൂബിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ പാണ്ടി എന്നറിയപ്പെടുന്ന സനു എന്നല്ലേ പേര്, ആണെന്ന് തോന്നുന്നു. എന്താ അവിടെ ചേച്ചിക്ക് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക. അത് തമിഴ്നാട്ടിലാണ്ടാണ്, തട്ടുകട നടത്തുന്നു. അപ്പൊ ആ ഒരു ദയനീയാവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊരു സങ്കടം. കാരണം ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഒരു മോളുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇതൊന്നും നടക്കുകയാണെങ്കിൽ അവൾക്കൊരു ഹാപ്പി ആവും എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരമാവും. കാരണം ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇതാകുമ്പോ പാണ്ടി ദോശ ചുടുമ്പോൾ ഞാൻ ചായ കുടിക്കാം. പിന്നെ പാണ്ടി ദോശയ്ക്കുള്ള മാവ് അരയ്ക്കുമ്പോൾ ഞാൻ പൊറോട്ട അടിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പൊറോട്ട അടിയും ചായ അടിയായിട്ടൊക്കെ നമുക്ക് മാറി തിരിഞ്ഞൊക്കെ പോവാം, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് നമ്മൾ രണ്ടുപേരും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, മാച്ചാവും. പിന്നെ എന്റെ ഈ താടി രോമം വെച്ചിട്ട് നരച്ചിട്ടുണ്ട്. നരയെന്ന് പറഞ്ഞാൽ ഞാൻ ഡൈ അടിക്കാത്തതാണ്. ഡൈ അടിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തേക്കും. അതുകൊണ്ടാണ് ഡൈ ഒന്ന് അടിച്ച്. അപ്പൊ ഡൈ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രായം തോന്നില്ല, വലിയ കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ തട്ടിമുട്ടി പോവാം, കാര്യങ്ങൾ നടന്നാൽ പോരെ. കാര്യം എന്ന് പറഞ്ഞാൽ കാക്കയുടെ വയറ് നിറയും പശുവിന്റെ കടിയും തീരും എന്ന് പറഞ്ഞാല് നിന്റെ ചൊറിച്ചിൽ ചിലപ്പോ ഒരു പരിഹാരം ഉണ്ടാവും. എടി മറ്റേ മോളെ, നിനക്കൊക്കെ നീ ഇംഗ്ലീഷിലൊക്കെ വന്നിരുന്ന് ചൊരയ്ക്കുന്ന കേൾക്കാമല്ലോ. നിന്റെ സംസ്കാരം എന്താണ്? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം കേട്ടതാണ്, നിന്റെ അറച്ചാലും കുളിച്ചാലും തീരാത്ത നിന്റെ പച്ചത്തെറി. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ നിനക്കൊക്കെ ബാഡ് കമാൻഡോ അല്ലെങ്കിൽ നിന്നെയൊക്കെ എതിർക്കുന്നവരെ നീ പച്ചത്തെറി വിളിക്കും. അതല്ലേ കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടോടി പുന്നാര മോളെ നിനക്ക്? ഒരു മാന്യത അന്തസ്സും ഉണ്ടോ? നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിനക്കൊക്കെ ആരെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നീ ഇങ്ങനെയല്ല തീർക്കേണ്ടത്. ലക്ഷക്കണക്കിന് ആൾക്കാർ കയറി നോക്കുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് യൂട്യൂബ്. നിന്റെയൊക്കെ ഈ അറവാണിത്തരം കേൾക്കാനല്ല ഞങ്ങളെ പോലെയുള്ള പ്രേക്ഷകരുള്ളത്. നീ ഒന്ന് ആലോചിക്കണം. യൂട്യൂബ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് നിന്റെയൊക്കെ അറവാണിത്തരം പറയുന്ന ലൈവാണ് കേട്ടോ. നീ ഒന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ അതുപോലെ നിന്റെ ലൈവിനകത്ത് പറഞ്ഞതിനകത്ത് നിനക്ക് വീട്ടിലൊരു കട്ടിൽ കിടപ്പുണ്ട്. പൊന്നുമോളെ, അതിൽ കിടക്കാൻ ആരുമില്ല. ആ വിഷമം ഞാൻ മാറ്റിത്തരാം. ആരോ നിനക്ക് തന്നാണെന്ന് പറയുന്നു. അത് അവിടെ കിട്ട് നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടെ അതിൽ കിടന്നൂടെ? എന്ത് സന്തോഷമായിട്ട് പോവാം. പിന്നെ നിനക്ക് അത്യാവശ്യം ആ ഒരു പല്ല് ഉന്തിയ പല്ലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കമ്പിയിട്ടൊക്കെ നമുക്ക് റെഡിയാക്കി അതൊക്കെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തുതരാം. നീ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഒരാള് ഈ ആണൊരുത്തം നിന്റെ അവിടെ ഇല്ലാത്തതിന്റെ എല്ലാ കുറവും അതിൽ കാണുന്നുണ്ട്. ഇങ്ങനെ നീ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണ്ട. ഞാനുണ്ട് നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കും. ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട. നിന്റെ എല്ലാ അസുഖത്തിനുള്ള മരുന്ന് എനിക്ക് എന്റെ കയ്യിലുണ്ട്. കൈക്കരുത്തുള്ള ഒരു പുരുഷൻ ഇല്ലാത്തതാണ് നിന്റെ ഏറ്റവും വലിയൊരു വിഷമം.
ഏഹ് നീ ഐശ്വര്യ റായിയാണെന്നൊക്കെ നിനക്ക് സ്വയം തോന്നും. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അഭിഷേക് ബച്ചനാണെന്ന് കരുതിക്കോ, നമുക്ക് അങ്ങനെ അങ്ങ് പോവാം, കരുതിയ പോരെ. കാര്യങ്ങൾ നടക്കണം, നടന്നു പോയാൽ മതി. എന്തിനാ ഇങ്ങനെ ഈ ഒക്കെ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്നത്? ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഒരു ശത്രുവായിരുന്നു മറ്റേ യൂട്യൂബിനകത്ത് വന്നിരുന്ന നാടകം കളിച്ച, ആത്മഹത്യാ നാടകം കളിച്ച ഒരു താരമുണ്ടല്ലോ, അവളായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോ വേറെ ഒരാള്. ഏഹ് ഇതെല്ലാം സഹിക്കേണ്ട ഞങ്ങളെ പോലെയുള്ള ജനങ്ങളാണ്. നീയൊക്കെ എന്താണ് നിന്റെയൊക്കെ മനസ്സിലെന്താണ്? നീയൊക്കെ സ്വയം മറ്റേ മഹാറാണിമാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏഹ് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നീ പച്ച അപരാധം വിളിച്ച് പറയുന്ന നിനക്കൊരു മോളുള്ളതല്ലേ? ഇതൊക്കെ കണ്ടും കേട്ടുമല്ലേ നിന്റെ മോള് വളരുന്നത്. നീയൊക്കെ ആരാണ്? നീ എന്ത് വെറും എന്തെങ്കിലും സംഭവമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പൊ നിന്റെ ശത്രു ഫിജോ, അവളൊരു ബിസിനസ്, ഓൺലൈൻ ബിസിനസ് എന്നൊക്കെയാണ് പറയുന്നത്. നീയൊക്കെ തെറിത്താത്ത ഒന്ന് ഈ ഫിജോ, ഇതുപോലെ കുറെ അലപരാധികളുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റത്തില്ല നീയൊക്കെ കാരണം. ഇവള് വന്നിരുന്ന് പറയുന്ന അപരാധം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം അവളിച്ചിരി തണ്ടും തടിയും ശരീരമൊക്കെ ഉണ്ട്, എന്തോ ഗ്ലാമറാണ്, മറ്റിടത്തെ കോപ്പിലെ മോളാണെന്നാണ് അവളുടെ ധാരണ. കാറിൽ ഇരിക്കുന്നു, അവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, ദിവസവും ലൈവ് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് കയറ്റിയിടുക പാതിരാത്രി ആയാലും. അവൾക്ക് ഞാനൊന്നൊരു കമന്റ് ഇട്ടു. അപ്പോ അവൾ അതിന് എനിക്ക് റിപ്ലൈ തന്നു. അവളെ ഒന്ന് പറഞ്ഞാൽ അവള് 40 പറയുന്നു. 40 പറയണം. നീയൊക്കെ ചെയ്യേണ്ടത് ഇതല്ല ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ വന്നിടുന്ന അപരാധിക്കല്ല ചെയ്യേണ്ടത്. നിനക്കെന്തെങ്കിലും ശത്രുതയോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ ഈ അവളുടെ വീട്ടിൽ ചെല്ലണം, എടുത്തിട്ട് അങ്ങ് അലക്കണം. അല്ല, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അപ്പന്റെ വകയല്ല. ഈ പൊതുജനങ്ങൾ മൊത്തത്തിൽ കയറി കാണുന്നതാണ്. അവിടെയൊക്കെ വന്നിരുന്നല്ല ഈ അപരാധത്തരം പറയുന്നത്. നീ ഒരിക്കൽ പറയുന്നത് കേട്ട്, ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന എന്റെ ചങ്കി കൊണ്ട് നടക്കുന്ന എന്റെ പാണ്ഡിച്ചി നീ പറയുന്നത് കേട്ടു. അവളെ വിരളൊക്കെ തേഞ്ഞ് തീർന്നു പോയി, ഇനി ഞാനൊരു തേക്കിന്റെ തടി ഉരുട്ടി അങ്ങോട്ട് കൊടുത്തുവിടാം. ഇത്രയും പച്ചയ്ക്ക് അപരാധം പറയുന്നേ. നിനക്ക് 5 മക്കളുണ്ടെന്ന് പറയുന്നു. ഞാൻ ഇന്ന് കമന്റ് ഇട്ടപ്പോ നീ അത് പറയാം. ഈ മക്കളൊക്കെ നിന്റെ ഈ സംസ്കാരം കണ്ടല്ലേ വളരുന്നത്. നീയൊക്കെ നാടിന് എന്ത് നന്മയാണ് നൽകുന്നത്? പിന്നെ ഈ പച്ച അപരാധം പറച്ചിൽ ചീത്തവിളി എന്ന് പറഞ്ഞ ഒരു പുതുമയല്ല, ഇത് എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം ഇന്ന് കേരളം ഭരിക്കുന്ന മന്ത്രിമാർ ഇവർ പറയുന്നത് വെറും അപരാധങ്ങളാണ് പറയുന്നത്. ഈ ഇടയ്ക്ക് ഞാനൊന്ന് കേട്ടതാണ് PC ജോർജിനെ കുറിച്ച്. അപ്പൊ അതൊന്നും ഒരു വലിയ വിഷയമല്ല. എന്നാലും മലയാളികൾക്ക് നമ്മുടേതായ കുറച്ച് സംസ്കാരമൊക്കെ വേണ്ടേ? ഇങ്ങനെയൊക്കെ വന്നിരുന്നാണോ? നിനക്കും 4-5 മക്കളുള്ള അല്ലേന്ന് ചോദിച്ചപ്പോ നീ ഇന്ന് എനിക്ക് തന്ന റിപ്ലൈ എന്താണ്? നിന്റെ മക്കളെ ഞാൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ? ഇതൊക്കെ കണ്ടും കേട്ടും അല്ലേ അവര് വളരുന്നതെന്ന് ചോദിച്ചു. നീ എന്താണ് പറഞ്ഞത്? നിന്റെ മക്കൾക്ക് ചെലവിന് തരാൻ ഇന്ന് ഞാനാണെന്നോ? നീ മക്കളെ ഉണ്ടാക്കിയിട്ടാൽ ചെലവിന് കൊടുക്കേണ്ടത്, വളർത്തേണ്ടത് നിന്റെ ചുമതലയാണ്. നീ നാട്ടിൽ കിടക്കുന്ന ഞാനല്ല. മക്കളെ അങ്ങോട്ട് കയറി ഒന്ന് ഉണ്ടാക്കിയപ്പോ നീയൊക്കെ പഠിക്കണവർ ചെലവിന് കൊടുക്കണം, വളർത്തണമെന്ന്. അല്ല, നാട്ടുകാരല്ല ചെലവിന് കൊടുക്കേണ്ടത്. നിന്റെ മക്കളെ ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ 10 ഗുണം 10 ഗുണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊക്കെ കണ്ടായിരിക്കും അവരും വളരുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് എന്താണ് തെറ്റ് നിനക്ക് തോന്നിയത്? പിന്നെ അവസാനം നിന്റെ ടൂണങ്ങ് മാറി. നിന്നെ സുഖിപ്പിച്ച് പറയാത്തത് കൊണ്ട് നിന്റെ ടൂണങ്ങ് മാറി അല്ലേ? കുറച്ചൊക്കെ ഞാൻ ഒരു കാലത്ത് നിന്നെ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നീ ആ ന്യൂസ് ചാനലുമായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വ്യക്തിത്വമുള്ള സ്ത്രീയാണെന്ന് ഞാൻ കരുതി. എന്നാൽ ഇത്രയും ഒരു പക്ക മറ്റിടത്തെ മോളാണെന്ന് ഇപ്പൊ കുറെ നാളുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്. എന്റെ പാണ്ഡിച്ചി, ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന എന്റെ പാണ്ഡിച്ചി ദിവസം 24 മണിക്കൂർ ലൈവ് വരും എന്ന് പറയുന്നത് ശരിയാണ്. അവള് വരുന്നുണ്ട്. എന്താ നീ ഏത് പാദയാത്രയായാലും നിനക്ക് ഉറക്കം പോലും ഇല്ലാതെ നീ ഇരുന്നങ്ങോട്ട് നാട് നിന്നൊക്കെ ഉലത്തുന്ന കാണാമല്ലോ. ഒക്കെ എന്റെ കോപ്പിലെ ഓൺലൈൻ ബിസിനസ്. നിനക്ക് അതൊക്കെ നോക്കി മാന്യമായിട്ട് ജീവിച്ചാൽ പോരെ? ഞാൻ ഒരു ദിവസം നിന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഈ കുരയ്ക്കുന്ന പട്ടിയെ കല്ലെറിയാൻ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. നീ അന്ന് കുറെ ന്യായങ്ങൾ എന്റെ അടുത്ത് ഇറക്കി വിട്ടു. നമ്മളൊക്കെ മലയാളികളാണ് അല്ല, ഒരു സംശയം, നിന്റെയൊക്കെ ഈ കുടുംബത്തിൽ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആരുമില്ലേ? ആരുമില്ലേ? എനിക്കറിയാമായിട്ടുണ്ട് ചോദിക്കണം, ആരുമില്ലേ? എല്ലാവരും നിന്നെയൊക്കെ കയറഴിച്ചങ്ങ് വിട്ടേക്കുകയാണോ? ഞാൻ വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു തസ്ലീമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ നീ ഊമ്പിച്ച് അവളെ പൈസ വാങ്ങിച്ച ഒരു വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ പറ്റിച്ച് തീട്ടം തിന്നുക എന്ന് പറയും. ഈ പൈസ എന്ന് പറയുന്നത് ആരും കുഴിച്ചെടുക്കുന്നതോ കുലുക്കിയിടുന്നതോ അല്ല, ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അതിന് അവർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അത് മാന്യമായിട്ട് അന്തസ്സായിട്ട് കൊടുക്കേണ്ട ചുമതല നിനക്കാണ്.
അത് നീ മാന്യമായിട്ട് കൊടുത്തില്ല എന്നുള്ളതല്ല, പല പ്രാവശ്യം അവരിട്ട് വട്ടം കറക്കി. അതിനുശേഷം ചോദിച്ചപ്പോ നീ നിന്റെ കോപ്പിലെ ന്യായവും പറഞ്ഞുകൊണ്ട് വന്നു. എന്തിനാണ് വല്ലവരും കഷ്ടപ്പെടുന്ന തീട്ടം തിന്നാൻ നടക്കുന്നത്? നിന്റെ മക്കളെ പറഞ്ഞു. പിന്നെ നിനക്ക് സുഖമില്ലായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു. നീ അതൊന്നും ഈ കസ്റ്റമേഴ്സിന്റെ കൂടെ പറയേണ്ട കാര്യങ്ങളല്ല. സമയത്ത് സാധനം കൊടുക്കേണ്ട ചുമതല നിനക്കാണ്. ആ വോയിസ് എല്ലാം ഞാൻ കേട്ടതാണ്. നാളെ തരാം, മറ്റന്ന് തരാം, വെള്ളിയാഴ്ച തരാം, ചൊവ്വാഴ്ച തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രതികരിച്ചില്ല. അന്തസ്സുള്ളവളാണെങ്കിൽ ആരെങ്കിലും വിളിച്ച് സംസാരിച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കണം. അല്ലാതെ മൊബൈൽ മാറ്റി വെച്ചിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നീ 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, ഈ മെസ്സേജ് എല്ലാം നിനക്ക് കാണാമല്ലോ. നിനക്ക് വയ്യായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു, എനിക്ക് തളർന്നു പോയി, മറ്റതാ മറിച്ചതാ. ഈ തളർച്ചയും ഇതൊന്നും ഈ കസ്റ്റമേഴ്സിന് അറിയണ്ട. അവർക്ക് സാധനം ചിലപ്പോൾ എന്ന് പറയുന്നത് ഒരു കല്യാണ ആവശ്യത്തിനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കണക്കാക്കിയിട്ടായിരിക്കും അവർ സാധനം ഓർഡർ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് കൊടുക്കേണ്ട ചുമതല നിനക്കാണ്. പിന്നെ അവസാനം ആ സ്ത്രീയെ കുറിച്ച് അപരാധങ്ങളും പറഞ്ഞ് ആ സ്ത്രീ ഒന്ന് മാപ്പ് പറഞ്ഞു, കോപ്പ് പറഞ്ഞു. കുറച്ചെങ്കിലും അന്തസ് വേണം തീട്ടം തിന്നുമ്പോ. വല്ലവരുടെയും തീട്ടം തിന്നുമ്പോ കുറച്ചെങ്കിലും അന്തസ് വേണം. പിന്നെ ഇതുപോലെ ഈ പറ്റിച്ച ആൾക്കാർ വന്ന് പ്രതികരിക്കാത്തതിന്റെ കാരണം നിന്റെയൊക്കെ വായിന്ന് വീഴുന്ന ചീത്തവിളി വരുന്നിട്ടാണ്. പോയത് പോട്ടേന്ന് കരുതും. അപ്പൊ ആ സ്ത്രീയെ പറഞ്ഞപ്പോ നീ പറഞ്ഞ നിയമപരമായിട്ട് അങ്ങോട്ട് ഒലത്തുന്നു. നീ അങ്ങ് ഒലത്താത്തത് കൊണ്ട് നിയമപരമായിട്ട് നീ കുറെ നാള് ഷെബീന ബീവിയെ നീ അങ്ങോട്ട് ചൊരയ്ക്കൂന്നും പറഞ്ഞുകൊണ്ട് നീ ചൊരയ്ക്കാൻ നടന്നു, നിയമപരമായിട്ട് ചൊരയ്ക്കാൻ. എന്നിട്ട് ചൊരച്ചില്ലേ? എന്റെ പാണ്ഡിച്ചേരി നീ ചൊരയ്ക്കൂന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു, നീ ലൈവിൽ പറയാനേക്കാം. നീ എന്നിട്ട് ചൊരച്ചില്ലേ? ഫിജോ, ഈ കോടതി നിയമങ്ങൾ നിന്നെ പോലെയുള്ള കുറെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്. നിന്നൊക്കെ പറയുന്ന ഈ ബാഡ് കമന്റ് പറയുന്നവരെല്ലാം നീയൊക്കെ നിയമപരമായിട്ട് ഒലത്തുന്നുണ്ടെങ്കിൽ നിനക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം ഉണ്ടാവത്തില്ല കേട്ടോ. നീയൊന്നും ആരുമല്ല. ഈ നിയമവും കോടതിയൊന്നും നിനക്ക് മാത്രമല്ല കേട്ടോ. കുറച്ചെങ്കിലും മാന്യമായിട്ട് പെരുമാറുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഒരു ബാഡ് കമന്റും വരുന്നില്ല. വളരെ മാന്യമായിട്ട് അന്തസ്സായിട്ട് ലൈവും ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ മാന്യമായിട്ട് തന്നെയാണ് പാട്ടും പാടി ഹാസ്യവും കാര്യങ്ങളും പറഞ്ഞു വരുന്ന കമന്റിന് റിപ്ലൈ ഒക്കെ കൊടുത്ത് അവർ മാന്യമായിട്ട് പോകുന്നുണ്ട്. നീയൊക്കെ എന്തിനാണ് ഈ വല്ലവരുടെ അറവാണിത്തരം വന്നിരുന്നത് സോഷ്യൽ മീഡിയയുടെ വിളമ്പാനാണ് വരുന്നത്? കുറേ നാള് നീ ഷെഫീനെയും കൊണ്ട് ഇതുപോലെ കൊണ്ടു നടന്ന് കാറിൽ ഓപ്പിനകത്ത് അവിടെ ഇരുന്നൊക്കെ അങ്ങോട്ട് ലൈവ് എത്തുവാണ്. ലൈവ് എന്റെ പൊന്നോ, നീ അങ്ങ് ചൊരയ്ക്കും. നീ എന്നിട്ട് ഇതുവരെ ചൊരച്ചോ? നിയമപരമായിട്ട് ചൊരയ്ക്കും. നീ ഇന്ന് എന്റെ അടുത്ത് പറഞ്ഞല്ലോ, നീ എന്നെ നിയമപരമായിട്ട് അങ്ങ് തൊലിക്കുമെന്ന്. നീ അങ്ങ് തൊലിക്ക് കേട്ടോ. എനിക്ക് നിന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി തിന്നേണ്ട ആവശ്യം എനിക്കില്ല. നീ പറഞ്ഞതാണ് എനിക്ക് കണ്ടന്റ് ആണ്, റീച്ചാണ്. നിന്നെയൊക്കെ വെച്ച് എനിക്ക് ഒരു റീച്ചും വേണ്ട, ഒരു കോപ്പും വേണ്ട. കുറച്ചൊക്കെ മാന്യതയും അന്തസ്സും ഉളുപ്പും വേണം. നമ്മളൊക്കെ മലയാളികളാണ്. മാന്യമായിട്ട് ജീവിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ വരണം. നിന്നെയൊക്കെ പേടിച്ച് ഒളിച്ചിരിക്കേണ്ട കാര്യം പൊതുജനങ്ങൾക്കില്ല. കുറച്ചെങ്കിലും അതൊക്കെ ഒരു ബോധം ഉണ്ടാവണം കേട്ടോ. കഷ്ടം. കുറച്ചെങ്കിലും അന്തസ്തുള്ള സ്ത്രീയാണെന്ന് ഞാൻ കരുതി. നിന്റെ സംസ്കാരം വേറെയാണ്. നീ പറയുന്നിട്ട് നിന്നെ ഒന്ന് പറഞ്ഞാൽ നീ 40 പറയുമെന്ന്. 40 പറയുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയയിലല്ല. പിന്നെ എന്റെ പാണ്ഡിച്ചിക്കാണെങ്കിൽ ഭർത്താവ് ഇല്ല എന്നുള്ള ഒരു കുറവേ ഉള്ളൂ. നിനക്കുണ്ട്. നമ്മളൊരു വാഴ നട്ടു കഴിഞ്ഞാൽ ഒരു കൊലയെങ്കിലും, ചെറിയൊരു കൊലയെങ്കിലും കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ വാഴയ്ക്ക്. എന്നാൽ നിന്റെ മറ്റേ ഇടത്തെ ഒരുത്തൻ ഉണ്ടല്ലോ, മരവാഴ, അവനാണ് വന്നിരുന്ന് നിന്നെ സപ്പോർട്ട് ചെയ്ത് കാറിനകത്തൊക്കെ ഇരുന്നോണ്ട് അവന്റെ മാർവാണിത്തരവും ചീത്തവിളി ഞാൻ കേട്ടു. അവൻ തന്തയ്ക്ക് പറഞ്ഞവനോ അല്ലെങ്കിൽ കൈക്കരുത്തുള്ളവനോ ആയിരുന്നു എങ്കിൽ നീ ഇതുപോലെ വന്നിരുന്ന അർവാണിത്തരം പറയത്തില്ല ഫിജോ, പറയത്തില്ല. കാര്യം അവനും ഇപ്പൊ പേടിച്ചാണ് നിന്റെ അടുത്ത് നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി അവൻ പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോ നീ പറയും മാറി കിടടാന്ന് പറയും. അത് പേടിച്ച് അവന് നിന്റെ താളത്തിനൊത്ത് തുള്ളുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നിന്റെയൊക്കെ രണ്ടുപേരുടെയും കണ്ടന്റ് എന്ന് പറയുന്നത് സുരേന്ദ്രൻ. അപ്പൊ ഒരുപക്ഷെ നീ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഈ വാലാട്ടി പട്ടികൾ കുറെ എണ്ണം ഉണ്ട്. അവന്മാര് ഒന്ന് പറയും, ചേച്ചി സുരേന്ദ്രൻ അവിടെ ഇരുന്ന് ലൈവില് ചേച്ചിയെ കുറിച്ച് കുറ്റം പറഞ്ഞു. അത് പറയട്ടെ, പിന്നെ അതിനെ കുറിച്ച്. കാര്യം നിന്റെയൊക്കെ വിചാരം ഈ കമന്റ് ഇട്ട് നിന്നെയൊക്കെ സുഖിപ്പിക്കുന്നു എന്നാണ് നിന്റെയൊക്കെ വിചാരം. ഈ തമ്മിലടിപ്പിക്കുകയാണ് എന്ന് നിനക്കൊന്നും അറിയത്തില്ല. ഈ കമന്റ് ഇടുന്ന കമന്റോളികളൊന്നും ആരും അല്ലാന്ന് ആദ്യം വിചാരിക്കുക. നീ പറയുന്നതായിട്ട് നിനക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വേണ്ടാന്ന്. പിന്നെ നീ എന്തോ വലത്താനാണ് നീ ഈ അപരാധം പറയുന്ന ഈ യൂട്യൂബിനകത്ത് വരുന്നത്? ഈ സുരേന്ദ്രൻ ഇങ്ങനെ ഓഞ്ഞോഞ്ഞിരിക്കുന്നെങ്കിലും
2017-18 കാലഘട്ടത്തിലൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് പാവപ്പെട്ടവർക്ക് വലിയ ഉപകാരം ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ നിന്ന് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ ഇരിക്കുന്നു എന്ന് പറയുന്ന നിന്നെ പോലെയുള്ള കുറെ കമന്റുകളികളൊക്കെ പറയും. ഇതിൽ നിന്ന് കിട്ടുന്ന ₹1 പോലും എടുത്ത് സുരേന്ദ്രൻ ഒരു ചായ പോലും കുടിക്കുന്നില്ല. ഈ നാട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാത്തതോ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആ പാവങ്ങൾക്ക് കൊടുക്കില്ല. അല്ലാതെ നിന്നെയൊന്നും വിറ്റ് സുരേന്ദ്രന് കാശുണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല. സുരേന്ദ്രന് ആരോഗ്യമുണ്ടെങ്കിൽ ജോലിയും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. യൂട്യൂബിൽ നിന്നുള്ള കോടികൾ ഉണ്ടാക്കാന്ന് കരുതിയല്ല സുരേന്ദ്രൻ ഇരിക്കുന്നത്. പിന്നെ നീ പറഞ്ഞതുപോലെ സുരേന്ദ്രനെ അങ്ങോട്ട് ഉയർത്തുക. പിന്നെ അന്തസ്സും അഭിമാനവും ഉള്ളവളാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പൈസ കൊടുക്കുക. നിന്റെ വീട്ടിൽ വന്ന് മാപ്പ് പറയണം. മാപ്പല്ല കോപ്പ പറയുന്നത് കേട്ടോ. നീ ആരെന്നാ വിചാരിച്ചത്? നിന്റെ വീട്ടിൽ വന്ന് മാപ്പ് പറയാൻ നിന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു, അച്ഛന് പറഞ്ഞു, അമ്മയ്ക്ക് പറഞ്ഞു. എടി കുറച്ചെങ്കിലും അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ ആരും നിന്നെ തന്തയ്ക്ക് വിളിക്കത്തില്ല. വിളിച്ചാൽ അത് കേൾക്കാൻ ബാധ്യസ്ഥയാണ് നീ. കാരണം ജനങ്ങളെ ഊമ്പിക്കുമ്പോൾ അതിന് കൃത്യമായ കണക്ക് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. വിളിച്ചാൽ എടുക്കാതിരിക്കാനോ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെ ഇരിക്കുന്നതല്ല അന്തസ്സ്. നിനക്ക് സുഖമില്ല ഇരിക്കുന്ന മറ്റുള്ളവരെ അറിയേണ്ട കാര്യമില്ല. സമയത്ത് അവരുടെ സാധനങ്ങൾ കൊടുക്കുക, അതല്ലേ അന്തസ്സ്. നീ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നല്ലോ. ഇതൊക്കെ നിന്റെ മക്കൾക്കും നിന്റെ ഭർത്താവിനോ അല്ലെങ്കിൽ ആ മരവാഴക്കൊക്കെ കൊടുത്ത അവന്മാര് അങ്ങോട്ട് തിന്നു കഴിഞ്ഞാൽ ദഹിക്കൂ? ഇങ്ങനെ ഒരാളെ ഊമ്പിച്ച് ആർക്കെങ്കിലും ഒരു ആഹാരം കൊടുത്താൽ ദഹിക്കൂ? അല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ. നീ ഇപ്പം നമ്മുടെ നാടകം കളിച്ച ചേച്ചിക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പോകുമല്ലേ, അല്ലേ? അത് ഇതുപോലെ ജനങ്ങളെ ഊമ്പിച്ചാണോ? ഊമ്പിക്കുന്ന പൈസയാണോ? നല്ലതുപോലെ ചെയ്തു കൊടുക്കും. കാര്യം അതിനകത്തൊരു സ്വിമ്മിംഗ് പൂള് വേണം, എല്ലാം കൂടെയൊക്കെ ഒരത്തി അങ്ങോട്ട് കൊടുക്ക്. അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാ. അവളും പരമചെറ്റ, ജനങ്ങളെ ഊമ്പിക്കാൻ. എവിടെയൊക്കെ വിചാരം അവളൊക്കെ മറ്റേ കോപ്പല താരങ്ങളാണെന്നാണ് എവിടെയൊക്കെ വിചാരം. യൂട്യൂബിൽ നിന്ന് സാമാന്യം നല്ല രീതിയിൽ വരുമാനം വാങ്ങുന്ന ഒരു സ്ത്രീയാണ് അവള്. കാരണം 98K സബ്സ്ക്രൈബർ ഉണ്ട്. ഓരോരുത്തർ 50 രൂപ വെച്ച് ഇട്ടാലും 50 ലക്ഷം രൂപ അവർക്ക് വീട് വെക്കാനും വസ്തു വാങ്ങാനും ഉണ്ട്. എന്നിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് തെണ്ടുന്നത്. നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയാ പോരെ? മറ്റുള്ള ജനങ്ങളും കൂടെ എവിടെയൊക്കെ സഹിക്കണോ നമുക്കൊക്കെ വീടുണ്ടാക്കാൻ? ഒരു അന്തസ്സുള്ള സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറയത്തില്ലായിരുന്നു. കാരണം നാടകം കളി. ഇതിന്റെ ഇടയ്ക്ക് പറയുന്നിട്ട് ഞാൻ ഇവിടുന്ന് കൊച്ചിയിൽ പോകുന്നു, ഞാൻ എന്റെ മോളും കൂടെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, ഞാൻ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞൊക്കെ ഒരു നാടകം കളിച്ചു. എത്ര നാടകമായി! പിന്നെ ഇതുപോലെയുള്ള മനുഷ്യനെ ഊമ്പിച്ച് ഈ വീടുണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങളെ കഷ്ടപ്പെട്ട പൈസ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ആർക്കോ കൊടുക്കും. പിന്നെ അതുപോലെ ഈ നന്മവരെ കളിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം. എവിടെ പോലുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ നടക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനോ ഈ തെരുവിൽ കിടക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിനോ ഒരു നേരത്തെ ഒരു മരുന്ന് വാങ്ങിക്കാനോ നിവർത്തിയില്ലാത്ത പാവങ്ങളുണ്ട്. അവരെ പോലെയുള്ളവരെ സഹായിച്ചാൽ നിനക്കൊക്കെ പുണ്യം കിട്ടും കേട്ടോ. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ നോക്കും. അതും കൂടെ ഒന്ന് പരിഗണിച്ചാലും മതി കേട്ടോ. അല്ലാതെ ഈ പറയുന്ന അവരൊന്നും അല്ല സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആയിരിക്കും. കാര്യം കുറെ മോന്മാര് എടുത്ത് പൊക്കി വെച്ചുകൊണ്ട് കിടക്കും. ഇന്നിപ്പോ എന്റെ സോഷ്യൽ മീഡിയ വീഡിയോയുടെ അടിയിൽ വരും മറ്റേ ആരാധകരെന്ന് പറയുന്ന കമന്റുകളികൾ. എന്റെ മറ്റവള അത് പറഞ്ഞു ഇത് പറഞ്ഞു, നിന്റെയും വരും കേട്ടോ. അപ്പൊ ഇന്ന് രണ്ടുപേരുടെ ടാർഗറ്റ് ഞാനായിരിക്കണം. രണ്ടുപേരും കൊണ്ട് വൃത്തിയായിട്ട് എടുത്തിട്ട് അലക്കിക്കോ. ഞങ്ങളുടെ സുരേന്ദ്രന് ഇത് മാത്രമാണ്. പിന്നെ നിയമപരമായിട്ട് പോകാനുള്ളതെല്ലാം ഈ ഇത് കണ്ടിട്ട് പിന്നെ ആ കമന്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അതുപോലെ എന്നുള്ള കിടപ്പുണ്ട്. ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, കിടപ്പുണ്ട്. അതും കൂടെ വെച്ച് സുരേന്ദ്രൻ അങ്ങോട്ട് ഉലത്ത് കേട്ടോ. റീച്ച് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ റീച്ച് ഉണ്ടാക്കാൻ തന്നെയാണ്. റീച്ച് ഉണ്ടാക്കി എന്തായാലും സുരേന്ദ്രൻ ഒരു ചായ പോലും കുടിക്കത്തില്ല കേട്ടോ. ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കും. അത് ഞാൻ വീഡിയോ എടുത്തിട്ട് തരാം കേട്ടോ. കുറച്ചെങ്കിലും മര്യാദ വേണം, മര്യാദ. നീയൊക്കെ നാടിന് വേണ്ടിട്ട് എന്ത് കോപ്പാ ചെയ്യുന്നത്? നിന്റെയൊക്കെ ചീത്ത വിളി കേട്ട് നീ നാട്ടുകാരെ നീ കനപ്പിക്കണ്ട. ഇതിനു മുമ്പ് നീ ന്യൂസുമായിട്ടൊക്കെ നടന്ന അല്ലേ? ഞാൻ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനായി പോയത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. കാരണം നിന്റെ കഴിഞ്ഞാട്ടങ്ങൾ അങ്ങനെയാണ്. യൂട്യൂബൊക്കെ നിനക്കങ്ങ് തീറെഴുതി തന്നിരിക്കുന്ന പോലെയാണ് നിന്റെയൊക്കെ സംസാരങ്ങൾ. കഷ്ടം. നിന്റെ മക്കളെ പറഞ്ഞു. മക്കളെ മാത്രമല്ല, നിനക്ക് ജന്മം തന്ന എല്ലാവരെയും ഇതുപോലെ ഊപിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു നിന്നിരിക്കും. അത് കേട്ടേ പറ്റൂ, സഹിക്കണം.
നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് മാപ്പ് പറയണം. മാപ്പല്ല, കോപ്പ പറയുന്നത്. നീ ആരെന്ന് വിചാരിച്ചു മാപ്പ് പറയാൻ? പിന്നെ കോപ്പല മറ്റവളല്ലേ നിന്റെ വീട്ടിൽ വന്ന് മാപ്പ് പറയാൻ? സുരേന്ദ്രനാഥിക്ക് പറയുന്ന ഭാഷ വേറെ ആയിരിക്കും. ആ സ്ത്രീ ആയതുകൊണ്ട് ചിലപ്പോൾ അത്രേ പറഞ്ഞു കാണും. നിന്റെ മെസ്സേജും അതെല്ലാം വോയിസും എല്ലാം ഞങ്ങൾ കേട്ടതാണ്. ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാന്ന് പറഞ്ഞ് കളിപ്പിച്ചു. ഇച്ചിരിയെങ്കിലും അന്തസ്സുള്ളവളാണെങ്കിൽ ആ പൈസ എടുത്ത് നിന്റെ മക്കൾക്ക് ആഹാരം വാങ്ങി കൊടുക്കാതെ പൈസ തിരിച്ചു കൊടുക്കാൻ നോക്കും. ഓരോരുത്തരും കഷ്ടപ്പെട്ട പൈസയാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്നെ വെച്ചിട്ടാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നന്ദി. പിന്നെ വേറെ കാര്യം കൂടെ പറയാം. എന്റെ പാണ്ടിച്ചിക്ക് വേണ്ടിയിട്ട് നീ വളർത്തി വെച്ചിരുന്ന തേക്കത്തടി ഉണ്ടല്ലോ, ആ നിന്റെ മരവാഴ മാറ്റി കിടത്തിയിട്ട് അത് നീ സ്വയം അങ്ങ് ഉപയോഗിക്കുക കേട്ടോ. അതല്ലേ നല്ലത്. നിനക്ക് അതിന്റെ ഒരു കുറവുണ്ട്. നിന്റെ സൈസ് അനുസരിച്ച് ഇച്ചിരി വലുതായിക്കോട്ടെ, അതാണ് നല്ലത് കേട്ടോ. കുറച്ചെങ്കിലും അന്തസ്സോ അവമാനമാണോ വന്നിരുന്നത് തൊലിക്കുന്നു കൊലയാടി മക്കള്. അപ്പൊ ഗുഡ് ബൈ.